കടമം പ്ലാന്ററിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രിയ കർഷക സുഹൃത്തുക്കൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം മണ്ണിലെ ജൈവപദാർത്ഥങ്ങൾ എങ്ങനെയാണ് കൃഷിയെ ഫലഭൂയിഷ്ഠമാക്കുന്നത്, അതുകൊണ്ട് എന്തൊക്കെ പ്രയോജനങ്ങളാണ് ചെടിക്കും കർഷകർക്കും ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ടോണിയോട് ചോദിച്ചറിയാം. അതായത് ടോണി, കഴിഞ്ഞ ദിവസം ഞാൻ വളം മേടിക്കാനായിട്ട് കടയിൽ പോയ സമയത്ത് കടക്കാരൻ എന്നോട് പറഞ്ഞു ഈ ഹ്യൂമിക്ക് കൂട്ടി ഒഴിക്കണമെന്ന് പറഞ്ഞു. പല ആളുകൾക്കും സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്താണ് പുള്ളി ഉദ്ദേശിച്ചതെന്നുള്ളത്. അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? നമുക്ക് ആദ്യം ഇത് ഈ ഹ്യൂമിക് എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മണ്ണിൻ്റെ സ്ട്രക്ചർ, അതായത് നമ്മുടെ ടോപ്പ് സോയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഈ ടോപ്പ് സോയിലിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഈ ടോപ്പ് സോയിലിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതിനകത്തൊരു 45% മിനറൽസാണ് അടങ്ങിയിരിക്കുന്നത്. പിന്നെ ശേഷിക്കുന്നതിൽ ഒരു 50%-ൽ 25% വെള്ളവും 25% എയറുമാണ് ഉള്ളത്. വെള്ളവും വായുവുമാണ് 25-25. അപ്പോൾ ടോട്ടൽ 95ആയി. പിന്നെ മിച്ചം വരുന്ന 5%-നകത്ത് 1% മൈക്രോ ഓർഗാനിസംസ് ആണ്. അതായത് ബാക്ടീരിയ, ഫംഗസ്, നിമറ്റോഡ്സ് ഇങ്ങനെ പറയുന്ന നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സൂക്ഷ്മജീവികളാണ് 1%. പിന്നെ വരുന്ന 4%-ൽ 2% ഹ്യൂമസും 2% നമ്മുടെ ഓർഗാനിക് മാറ്ററുമാണ് വരുന്നത്. അപ്പോൾ ഈ ഓർഗാനിക് മാറ്റർ എന്ന് പറഞ്ഞു കഴിയുമ്പം നമ്മുടെ ഈ ഇലകളൊക്കെ പഴുത്ത് മണ്ണിലോട്ട് ചേരുന്നത്, അതുപോലെ ജീവികളുടെ വേസ്റ്റ്, അതുപോലെ അങ്ങനെയുള്ള വസ്തുക്കളെയൊക്കെയാണ് നമ്മൾ ഓർഗാനിക്, ചാണകപ്പൊടി, ഇതൊക്കെ നമ്മുടെ ഓർഗാനിക് മാറ്ററിൻ്റെ ഒരു കാറ്റഗറിയിൽപ്പെട്ട സാധനങ്ങളാണ്. അപ്പോൾ ഈ ഓർഗാനിക് മാറ്റർ മണ്ണിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഈ ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെ പ്രവർത്തിച്ച് ഇതിനെ ഡീകമ്പോസ് ചെയ്ത് ഇതിനെ ചെറുതാക്കും. ഇങ്ങനെ ചെറുതായിട്ട് ഫോം ചെയ്യുന്നതാണ് ഹ്യൂമസ്. അപ്പോൾ ഉള്ളൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹ്യൂമസും ഹ്യൂമിക് ആസിഡും ഒന്ന് തന്നെയാണോ അതോ എന്താണ്? അതായത് നമ്മൾ ഈ ഹ്യൂമസ് എന്ന് പറയുന്നത് ഈ ബാക്ടീരിയകളിങ്ങനെ ഒരു ബാക്ടീരിയകളല്ല ഫംഗസുകൾ ഡീകമ്പോസ് ചെയ്തു വരുന്ന ഒരു വസ്തുവാണ് ഹ്യൂമസ് എന്ന് പറയുന്നത്. എന്നാൽ ഹ്യൂമിക് ആസിഡ് എന്ന് പറയുമ്പോൾ വളരെ കൊല്ലങ്ങൾ ഈ ബാക്ടീരിയകൾ ഡീകമ്പോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഈ വസ്തുവിനെ പിന്നെ ഡീകമ്പോസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് മാറും. അതായത് എത്ര ബാക്ടീരിയ പ്രവർത്തിച്ചാലും ഇതിനെ പിന്നെയും ചെറുതാക്കാൻ സാധിക്കുകയില്ല. ആ ഒരു പദാർത്ഥത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഹ്യൂമിക് ആസിഡ്. ഇത് വളരെയധികം വർഷങ്ങൾ കൊണ്ടാണ് ഈ ഹ്യൂമിക് ആസിഡ് ഫോം ചെയ്യുന്നത്. അപ്പം ഈ ഹ്യൂമിക് ആസിഡ് മണ്ണിലുള്ളത് കൊണ്ട് ചെടികൾക്ക് എന്തൊക്കെ തരത്തിലുള്ള പ്രയോജനങ്ങളാണ് ലഭിക്കുക, അല്ലെങ്കിൽ കൃഷിയെ എത്രത്തോളമാണത് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത്? എല്ലാ മണ്ണിനെ, കൃഷി ചെയ്യുന്ന ഏതൊരു മണ്ണിനെ സംബന്ധിച്ചും ഏറ്റവും അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഈ ഹ്യൂമിക് ആസിഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനം എന്ന് പറയുന്നത് ഈ ഹ്യൂമിക് ആസിഡിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് കാർബണാണ്. അപ്പോൾ മണ്ണിലുള്ള മൈക്രോ ഓർഗാനിസത്തിന് ഇതൊരു ഫുഡാണ്. ഈ കാർബൺ എന്ന് പറയുന്നത് മണ്ണിലുള്ള മൈക്രോ ഓർഗാനിസത്തിന് ഒരു ഫുഡാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൽ വെള്ളം പിടിച്ചു നിർത്തുവാൻ വളരെയധികം സഹായിക്കുന്ന ഒരു പദാർത്ഥമാണ് ഹ്യൂമിക് ആസിഡ്. ഹ്യൂമിക് ആസിഡ് മണ്ണിലുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം മണ്ണിൽ നിൽക്കുകയുള്ളൂ. മണ്ണിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയെ ഹ്യൂമിക് ആസിഡ് കൂട്ടും. ഇതൊന്നുമല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഹ്യൂമിക് ആസിഡിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് നമ്മുടെ കാറ്റയോൺസ്, അതായത് നമ്മൾ ഈ കൊടുക്കുന്ന വളങ്ങൾക്കകത്ത് പല വളങ്ങളും പോസിറ്റീവ് ചാർജുള്ള വളങ്ങളായിരിക്കും. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ കാൽസ്യം, പൊട്ടാസ്യം, മാംഗനീസ്, സിങ്ക്, ഇങ്ങനെ പല വളങ്ങൾക്കും ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവായിരിക്കും. അപ്പോൾ ഈ ഹ്യൂമിക് ആസിഡ് എന്ന് പറയുന്നതിൻ്റെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവായിട്ട് ചാർജുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് ഈ നെഗറ്റീവും പോസിറ്റീവും നമ്മെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ നെഗറ്റീവ് ചാർജുള്ള ഹ്യൂമിക് ആസിഡ് പോസിറ്റീവ് ചാർജുള്ള ഈ പൊട്ടാസ്യത്തിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ സിങ്ക്, അതുപോലെ കാൽസ്യം, മാംഗനീസ്, ഈ അയോൺസിനെ എല്ലാം കൂടി ഇതിലോട്ട് ആകർഷിക്കും. നമ്മളൊരു കാന്തം വെച്ച് വലിച്ചെടുക്കുന്നത് പോലെ ഇതിലോട്ട് ആകർഷിച്ച് ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്ന് കഴിയുമ്പം നമ്മുടെ വേരെന്ന് പറയുന്നത്, ചെടിയുടെ വേരിനെ സംബന്ധിച്ച് വേരെപ്പോഴും നെഗറ്റീവ്ലി ചാർജ്ഡാണ്. അങ്ങനെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ടാണ് ഈ വസ്തുക്കളെയൊക്കെ ചെടികൾക്ക് മുകളിലോട്ട് വലിച്ചെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഹ്യൂമിക് ആസിഡിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ മൂലകങ്ങളെല്ലാം ചെടികൾക്ക് മുകളിലേക്ക് വലിച്ചെടുക്കുവാൻ ഈ ഹ്യൂമിക് ആസിഡ് സഹായിക്കും. അപ്പം ഇതാണ് നമുക്ക് ചില ന്യൂട്രിയൻസിൻ്റെ അപ്ടേക്കിന് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് പോസിറ്റീവായിട്ട് ചാർജുള്ള ന്യൂട്രിയൻസിൻ്റെ അപ്ടേക്കിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് ഹ്യൂമിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം സാധാരണക്കാരായ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ടോണി ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്.
അപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം നമുക്ക് ഇതിൻ്റെ പ്രയോജനങ്ങളെപ്പറ്റി നമ്മൾ സംസാരിച്ചു. ഇനി ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള ദോഷവശങ്ങൾ ഉണ്ടോ? തീർച്ചയായിട്ടും നമ്മളൊരു പ്രയോജനമുള്ള ഏതൊരു സാധനമാണെങ്കിലും അധികമായാൽ അമൃതും വിഷമെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പം ഈ ഹ്യൂമിക് ആസിഡിന് ദോഷവശങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഏലകൃഷിയെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏലത്തിന് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഒരു അസുഖമാണ് അഴുകൽ. അപ്പോൾ നമ്മൾ ഈ ഹ്യൂമിക് ആസിഡ് സാധാരണ രീതിയിൽ കൊടുക്കുന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാറില്ല. എന്നാൽ കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടും. അങ്ങനെ കൂടിക്കഴിയുമ്പോൾ തന്നെ മഴക്കാലത്ത് അഴുകൽ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഹ്യൂമിക് ആസിഡിനകത്തുള്ള കാർബൺ എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസത്തിനുള്ള ഫുഡാണെന്ന്. അങ്ങനെ വന്നു കഴിയുമ്പോൾ രോഗകാരികളായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസും ഇതിനകത്ത് വളരുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ മണ്ണിലോട്ടുള്ള എയറിൻ്റെ ഈ വെള്ളത്തിൻ്റെ അളവ് കൂടി കഴിയുമ്പം മണ്ണിലുള്ള എയറിൻ്റെ അളവ് കുറയും. അപ്പം അത് ഈ ഓക്സിജൻ ആവശ്യമായിട്ടുള്ള ബാക്ടീരിയകൾക്ക് കൃത്യമായിട്ട് ഓക്സിജൻ കിട്ടാതെ അതായത് എയറോബിക് ആയിട്ടുള്ള ബാക്ടീരിയകൾക്ക് വളരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആവശ്യത്തിലധികമായിട്ട് നമ്മളിത് കൊടുക്കുന്നത്, പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ കൊടുക്കുന്നത് ഏലകൃഷിയെ സംബന്ധിച്ച് അഴുകൽ പോലുള്ള അസുഖങ്ങളിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അപ്പം സാധാരണ രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിനെ എങ്ങനെയാണ് ഒരു വളമായി കാണുന്നത്? ഇത് ഏലത്തിന് കൊടുക്കേണ്ട രീതികൾ എങ്ങനെയാണ്? ഒഴിച്ചു കൊടുക്കുവാണോ, അടിച്ചു കൊടുക്കുവാണോ? അങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഞാൻ പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു കാര്യമാണ്, വേരിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു വസ്തുവാണ് ഹ്യൂമിക്. ഈ ഹ്യൂമിക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് തന്നെ അടങ്ങിയിട്ടുള്ളതാണ് ഫൾവിക് ആസിഡ്. ഇതെല്ലാം വേരിൻ്റെ വളർച്ച, പുഷ്പിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ചെടികളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളങ്ങളുടെ കൂടെ ചേർത്ത് നമ്മളിത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളങ്ങൾ കൃത്യമായിട്ട് ചെടികൾക്ക് ലഭിക്കാൻ സഹായിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഹ്യൂമിക് ആസിഡുകൾ ഉപയോഗിക്കുമ്പോൾ വളങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത് ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്തിൻ്റെ ആ ഒരു ടൈം നമ്മൾ നോക്കുക. അഴുകലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള തോട്ടങ്ങളിൽ ഇത് മഴക്കാലങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുക. എന്നാൽ വേര് വരുന്ന സമയത്ത് ഇത് കൊടുക്കുന്നതും ഗുണകരമാണ്. അപ്പം അളവിൽ കുറച്ച് നമ്മൾ ഉപയോഗിക്കുക. അത് പല തവണകളിലായിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഏതുതരം മണ്ണിലാണ് ഈ ഹ്യൂമിക് കൂടുതലായും നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഈ സാധാരണ ചരലുള്ള മണ്ണുകളുണ്ടല്ലോ, ഈ ചരലുള്ള മണ്ണുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മഴ പെയ്ത് കഴിയുമ്പം നമ്മൾ ഈ ആദ്യം പറഞ്ഞ പോസിറ്റീവ് ചാർജുള്ള പൊട്ടാസ്യം, മാംഗനീസ്, കാൽസ്യം അങ്ങനെയുള്ള ഈ കാറ്റയോൺസ് വാഷ് ഔട്ട് ആകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മണ്ണിൽ നമ്മൾ ഹ്യൂമിക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഷ് ഔട്ട് ആകുന്നതിനെ നമുക്ക് തടയാൻ സാധിക്കും. അപ്പോൾ ചരൽ കൂടുതലുള്ള മണ്ണുകളിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഹ്യൂമിക് ആസിഡ്സ് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. മണ്ണിൻ്റെ CEC അല്ലെങ്കിൽ കാറ്റയോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതിന് ഈ ഹ്യൂമിക് ആസിഡുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? അപ്പം നമ്മൾ ഈ പോസിറ്റീവ് ചാർജുള്ള അയോൺസിനെ പറ്റി പറഞ്ഞല്ലോ, കാറ്റയോൺസ്. അപ്പോൾ ഈ കാറ്റയോൺസിനെ മണ്ണിൽ റീറ്റെയിൻ ചെയ്യാനുള്ള മണ്ണിൻ്റെ കഴിവിനെയാണ് നമ്മൾ കാറ്റയോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഹ്യൂമിക്, അതുപോലെ തന്നെ pH അധികമാകുക, അല്ലെങ്കിൽ ക്ലേ സോയിൽ, ഇങ്ങനെയുള്ളതിനൊക്കെ ഈ കാറ്റയോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മണ്ണിൽ ചെടികളുടെ വളർച്ച നമുക്ക് കൂടുതലായിട്ട് കിട്ടും. കാര്യം ഈ കാറ്റയോൺസിനെ മണ്ണിൽ റീറ്റെയിൻ ചെയ്യാൻ ആ മണ്ണിന് കഴിവ് കൂടുതലായിരിക്കും. അപ്പം ഹ്യൂമിക് മണ്ണിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ആ മണ്ണിൻ്റെ കാറ്റയോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി കൂടുതലായിരിക്കും. ഹ്യൂമിക് ആസിഡുമായി ബന്ധപ്പെട്ട കർഷകരുടെ എല്ലാ സംശയങ്ങൾക്കും നിവാരണമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നതുവരെ സൈനിങ് ഓഫ് ഫ്രം കടമ്പം പ്ലാന്റർ, ഇടുക്കി.